മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 2:1 നമുക്ക് ധ്യാനിക്കാം. പ്രൊവേർബ്സ് ചാപ്റ്റർ 2 വേഴ്സ് 1. മകനെ, എന്റെ വാക്ക് കേൾക്കുകയും നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. എബ്രഹാം ലിങ്കൺ ഒരു പോസ്റ്റ്മാനായി ജോലി ചെയ്യുന്ന കാലം, അന്നൊരിക്കൽ അയൽക്കാരൻ ലിങ്കന്റെ കയ്യിൽ മുഷിഞ്ഞ പത്രക്കടലാസിൽ പൊതിഞ്ഞ് $16 ഏൽപ്പിച്ചു. ഇത് സൂക്ഷിക്കണം, എന്റെ ആകെയുള്ള സമ്പാദ്യമാണ്, ഞാനൊരു യാത്ര പോവുകയാണ്, തിരികെ വരുമ്പോൾ എനിക്ക് ഈ പണം തരണം. ലിങ്കൺ സമ്മതിച്ചു. ഏറെക്കാലമായിട്ടും അയാൾ മടങ്ങി വന്നില്ല. പലതവണ ആ പണവുമായി ആ അയൽക്കാരനെ അന്വേഷിച്ച് ലിങ്കൺ യാത്ര ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കാലം ഒരിക്കൽ അയാൾ വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ലിങ്കൺ ആളെ മനസ്സിലായി. പഴയ കടക്കാരനാണ്. ലിങ്കൺ അകത്തുപോയി പെട്ടു തുറന്നു. അതിൽ അപ്പോഴും മുഷിഞ്ഞ പത്രത്തിൽ പൊതിഞ്ഞ ആ പഴയ $, സുരക്ഷിതമായി ഇരുന്നിരുന്നു. അത് വാങ്ങുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണിൽ വിസ്മയത്തിന്റെ ഒരു ലോകം തന്നെ കാണാമായിരുന്നു. അതെ, കർത്താവിന്റെ വാക്ക് കേൾക്കുകയും കർത്താവിന്റെ ഹിതം നിറവേറ്റുകയും ചെയ്യുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അവിടെ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതം പരാജയമായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, കർത്താവിന്റെ വചനത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതിനായിട്ടൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കണം. പ്രസംഗങ്ങളല്ല, കർമ്മമാണ് പ്രധാനപ്പെട്ടത് എന്ന് ഗുരുനാനാക്ക് പറയുന്നു. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കർത്താവിന്റെ വചനം നിലനിൽക്കണം. അതാണ് നമുക്ക് രക്ഷയായി വരുന്നത്. അതിന് വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവഹിതമാണോ ഞാൻ നിറവേറ്റുക, അതോ എന്റെ വാക്കുകളിൽ മാത്രം ദൈവഹിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ പ്രവർത്തനങ്ങൾ അതിന് അനുയോജ്യമല്ല എങ്കിൽ ഞാൻ അവിടെ പരാജയപ്പെടുകയാണ്. അതിനൊരിക്കലും ഇടവരാതിരിക്കണം എന്ന് സ്നേഹപൂർവ്വം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്. എപ്പോഴും